ഹായ് മക്കളെ, അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാം ഒക്കെ എത്താറായിട്ടുണ്ട്. എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് സാറിന് അറിയാം. അപ്പോൾ സെറ്റായിട്ട് നമുക്ക് പഠിക്കാം. ഈ ഒരു പഠിക്കുന്ന സമയത്ത് മക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമ്മുടെ ഒരു 10 ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻ, അതായത് നമ്മുടെ +1 അക്കൗണ്ടൻസിയിൽ നിങ്ങൾക്ക് ഷുവറായിട്ടും റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് എല്ലാ വർഷവും ചോദിക്കുന്ന, നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന ക്രിസ്മസ് എക്സാമിന് ഷുവറായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധ്യതയുള്ള ഒരു 10 ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ ആദ്യത്തത് എന്താണ് അക്കൗണ്ടിങ്, എന്താണ് അക്കൗണ്ടിങ്, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ്. പഠിച്ചു വെച്ചോളാം, ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ തിയറി പഠിക്കുന്നത് ഈ വർഷമാണെന്നറിയാലോ. അപ്പം അക്കൗണ്ടിങ് പഠിക്കുന്നത് ഈ വർഷമാണെന്നറിയാലോ. അതുകൊണ്ട് തിയറിക്ക് നല്ല ഇമ്പോർട്ടൻസ് അക്കൗണ്ടൻസിയിൽ ഉണ്ട്, പഠിച്ചു വെച്ചോളാം. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയോ, വാട്ട് ഈസ് എക്സ്പെൻസസ്, എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ. ദെൻ വാട്ട് യു മീൻ ബൈ ലാബിലിറ്റി, എക്സ്പ്ലെയിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സാമ്പിൾ. ദെൻ എന്താണ് സ്റ്റേറ്റ് ദ മീനിങ് ഓഫ് അസെറ്റ് വിത്ത് എക്സാമ്പിൾ. അല്ലല്ലോ, ഇത് ജനറൽ ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്ക് ആദ്യത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഒരുപാട് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ടേംസുകൾ ഉണ്ടല്ലോ, ഒരുപാട് ടേംസുകളുണ്ട്. റെഡി? യെസ്. അപ്പോൾ ആ ടേമുകളെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം. അതിലേത് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ദെൻ അടുത്ത് നോക്കിയോ, എക്സ്പ്ലെയിൻ അക്കൗണ്ടിങ് ആസ് എ സിസ്റ്റം ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ലിസ്റ്റ് ദ പാർട്ടീസ് ആർ ഇൻട്രസ്റ്റഡ്. ഓക്കെ, നമ്മുടെ എന്താണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് യൂസ് ചെയ്യുന്ന ആളുകൾ ആരെല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആണ്. നമുക്കറിയാം 2 ടൈപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഇന്റേണൽ യൂസേഴ്സും എക്സ്റ്റേണൽ യൂസേഴ്സും. പഠിച്ചു വെച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, യെസ്. അങ്ങനെ അടുത്ത് നോക്കിക്കോ, explain the meaning and significance of going concern. Then what do you mean by business entity concept? Then state the meaning of and significance of money measurement concept. Then write a note of cost concept and accrual concept. ഇതും ജനറൽ ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള കംപ്ലീറ്റ് കൺസെപ്റ്റുകളും മക്കൾ പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, വിത്ത് എക്സാമ്പിൾ ആണെങ്കിൽ അത്രയ്ക്കും നല്ലത്. ഓക്കെ, ഒരു കൺസെപ്റ്റും നമുക്ക് അറിയാതെ പോയത് എല്ലാം പഠിച്ചിരിക്കണം. ഷുവറാണ് തിയറി ആയിട്ട് ചോദ്യം വരും. ഓക്കെ, സെറ്റ്, റെഡി? ദെൻ അടുത്ത് നോക്കിക്കോ, നമുക്കറിയാലോ ജേർണൽ എൻട്രീസും ലെഡ്ജറും. നമ്മൾ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്ന ജേർണൽ എൻട്രിയിലൂടെ ലെഡ്ജറിലൂടെയാണ്. സോ അത് ചെയ്യാതെ, അല്ലെങ്കിൽ അത് ചെയ്യാൻ ചോദിക്കാതെ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുന്നതല്ല. സോ ജേർണൽ എൻട്രി അടിപൊളിയായിട്ട് പഠിച്ചോളാം. അതിൽ നിന്നും എങ്ങനെ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്നു. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഡൗട്ടുള്ള ആളുകളൊക്കെ ക്ലിയർ ചെയ്ത് പോയിക്കൊള്ളാം. ഇന്നലെ നമ്മൾ ലൈവ് സെറ്റായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ആ ലൈവ് ഒക്കെ എടുത്തിട്ട് കാണാം. ഓക്കെ, ദെൻ എൻ്റർ ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ ഇൻ പ്രോപ്പർ ബുക്സ് ഓഫ് മെഷേഴ്സ് ടീന ട്രേഡേഴ്സ് ഓഫ് ദ മന്ത്. ഓക്കെ, അപ്പോൾ അവിടെ പറഞ്ഞല്ലോ അല്ലേ, നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ബുക്സിലേക്ക് ഈ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ബോട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം പർച്ചേസ് ബുക്ക് പ്രിപ്പയർ ചെയ്യൂ എന്നുള്ളതാണ് അല്ലെ. നമുക്കറിയാം പർച്ചേസ് ബുക്സ് ഉണ്ട്, സെയിൽസ് ഉണ്ട്, സെയിൽസ് റിട്ടേൺ ഉണ്ട്, പർച്ചേസ് റിട്ടേൺ ഉണ്ട്, ജനറൽ പ്രോപ്പർ ഉണ്ട്, ഒരുപാട് സ്പെഷ്യൽ പർപ്പസ് ബുക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഓരോന്നും പഠിച്ചിട്ട് പോയിക്കോളുക. ക്വസ്റ്റ്യൻ ഉണ്ടാവുക, ക്യാഷ് ബുക്ക്, ഡബിൾ കോളം ക്യാഷ് ബുക്ക്, പെറ്റി ക്യാഷ് ബുക്ക്, പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക് ഒക്കെ ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവും. ഏത് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, സെറ്റ്. യെസ്. അടുത്ത് നോക്കുക, പ്രിപ്പയർ ട്രയൽ ബാലൻസ്. അറിയാലോ, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുക. ഐറ്റംസ് തരും. യെസ്, പ്രിപ്പയർ ചെയ്ത അസറ്റ്, എക്സ്പെൻസ്, ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ലാബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ, ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. നമ്മൾ പറഞ്ഞല്ലേ, ഓർത്ത് വെക്കുക കേട്ടോ. സെറ്റ്. യെസ്, അങ്ങനെയെങ്കിൽ അടുത്ത് ശ്രദ്ധിച്ചോ. യെസ്, പ്രിപ്പയർ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. ഒരു ചാപ്റ്റർ തന്നെയാണ്, സിമ്പിൾ ആണ്. ആ ചാപ്റ്റർ സിമ്പിളായി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് സാർ സിമ്പിളായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ട്രിക്ക് വെച്ചിട്ട് അത് അതേപോലെ പഠിച്ചിട്ടുള്ള ബാങ്ക് റീകൺസിലിയേഷൻ ചോദിക്കാതെ നിങ്ങൾക്ക് ഒരു എക്സാം ഉണ്ടാവില്ല. ഷുവറാണ്. അതിനടുത്തതാ യെസ്, പ്ലാന്റ് പർച്ചേസ് ഫോർ 8,000. നമുക്കറിയാലോ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് നോക്കിയേ, 10% ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിൽ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഷോ പ്ലാന്റ് അക്കൗണ്ട് ഫോർ 4 വർഷത്തേക്കുള്ള പ്ലാന്റ് അക്കൗണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ഡിപ്രീസിയേഷന്റെ അക്കൗണ്ട് മക്കളെ യെസ് പഠിച്ചു വെച്ചോളൂ. ഇമ്പോർട്ടൻ്റ് ആണ്. ദ പാസ് നെസസറി ജേർണൽ എൻട്രീസ് ടു റെക്ടിഫൈ ദ ഫോളോയിങ്. ഒരു കുറച്ച് എറേഴ്സ് തരും, അത് റെക്ടിഫൈ ചെയ്തുകൊണ്ടുള്ള ജേർണൽ എൻട്രി എഴുതൂ. റെക്ടിഫിക്കേഷൻ ഷുവറാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് എഴുതാൻ അറിയാതെ പഠിക്കാതെ മക്കള് എക്സാമിന് പോവണ്ട. ഇത് അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോളാം. ഓക്കെ അല്ലേ? അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. ഇതൊക്കെ പഠിച്ച് പോകാനുള്ള സമയം നിങ്ങളുടെ മുന്നിലുണ്ട്. ആ ടൈം യൂസ് ചെയ്യുക. നല്ല മാർക്ക് ക്രിസ്മസ് എക്സാമിന് വാങ്ങണം. പഠിക്കുക. ഓക്കെ അല്ലേ? ബൈ.